നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പാലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരും. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരുക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ പാലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. പാലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും മറ്റൊരു സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 4:15 പാലക്കൽ സെന്ററിലായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന വേദൻ എന്ന സ്വകാര്യ ബസ്സും തൃശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോകുകയായിരുന്ന ശില്പി എന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വേദൻ ബസ്സിന് മുന്നിൽ പാലക്കലിലെ പ്രധാന റോഡിലേക്ക് വെങ്ങണശ്ശേരി റോഡിൽ നിന്ന് അതിവേഗത്തിൽ ഓടിക്കയറിയ കാറാണ് അപകടത്തിനിടയാക്കിയത്. കാറിന്റെ വരവ് കണ്ട ബസ് ജീവനക്കാർ ബസ്സിൽ തട്ടിയും ബഹളം വെച്ചും കാർ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെ കാറുമായി കൂട്ടിയിടി ഒഴിവാക്കാൻ വേദൻ ബസ് പ്രധാന റോഡിന്റെ വലതുഭാഗത്തേക്ക് ഡ്രൈവർ വെട്ടിത്തിരിക്കുകയായിരുന്നു. ഇതേ സമയം തൊട്ടു പിന്നാലെ തൃശൂരിൽ നിന്ന് വരികയായിരുന്ന ശില്പി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമായി വേദൻ ബസ് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിച്ച ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശത്തെ ചില്ലുകൾ തകർന്നു. ശില്പി ബസിന്റെ സ്റ്റിയറിംഗ് മുൻവശത്തെ ടയറുകൾക്ക് അപകടത്തിൽ ജാമായി. അപകടത്തിൽ ഏതാനും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തകർന്ന ചില്ലുകൾ കൊണ്ടും പരസ്പരം കൂട്ടിയിടിച്ചുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. പരിക്കേറ്റവർ പിന്നീട് പ്രാഥമിക ചികിത്സ തേടി. അപകടത്തിനിടയാക്കിയ കാർ ഡ്രൈവറെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു. ചേർപ്പ് പോലീസ് എത്തിയാണ് ഗതാഗതം തടസ്സം ഒഴിവാക്കിയത്. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനോലി കനാലിൽ തിരച്ചിൽ നടത്തുന്നത്. പൊന്മാനിക്കുടം പുന്നക്കത്തറ ബാബുരാജിന്റെ മകൻ 19 വയസ്സുള്ള അഖിൽരാജിനെയാണ് പുഴയിൽ കാണാതായത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം. അഖിൽരാജ് ബൈക്ക് ഓടിച്ചു വന്ന് നേരെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഇന്നലെ രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി പുഴയിൽ നിന്നും ബൈക്ക് കണ്ടെത്തിയിരുന്നു. കയ്പമംഗലം പോലീസും സ്ഥലത്തുണ്ട്. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കയ്പമംഗലം കൂരുക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. കൊപ്രക്കളം ഭാഗത്തു നിന്നും ഓടി വന്നതാണെന്ന് പറയുന്നു. സലഫി നഗർ, കൂരിക്കുഴി, 18 മുറി, പഞ്ഞംപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എരുമ വിരണ്ടോടിയത്. കൂരിക്കുഴി ഭാഗത്ത് വെച്ച് എരുമ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നുണ്ട്. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രാവലർ സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ സച്ചിൻ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് മനക്കൊടി കിഴക്കുംപുറം സ്വദേശി ചുങ്കത്തലിക്കൽ വീട്ടിൽ 20 വയസ്സുള്ള സച്ചിൻ എന്നയാളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സരിൻ AS, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാനവാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ഷാജി എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക വാട്ടർ അതോറിറ്റിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. നാട്ടികയിലെ വാട്ടർ അതോറിറ്റി ഓഫീസ് നാട്ടികയിൽ നിന്നും ഒല്ലൂരിലേക്ക് നാടുകടത്തുന്നതിനെതിരെയും നാട്ടികയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നാട്ടിക പഞ്ചായത്ത്, നാട്ടിക MLA, സർക്കാർ എന്നിവർ നീതി പാലിക്കുക, വാട്ടർ അതോറിറ്റി ഓഫീസുകൾ നാട്ടികയിൽ തന്നെ നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. തൃപ്പയാർ കേരള വാട്ടർ അതോറിറ്റിയുടെ നാട്ടികയിലുള്ള പ്രൊജക്ട് ഡിവിഷനും ഓഫീസും സബ് ഡിവിഷൻ ഓഫീസും നാട്ടികയിൽ നിന്നും മാറ്റാൻ അനുവദിക്കില്ലെന്നും ആരോടും ആലോചിക്കാതെ നാട്ടികയിലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസുകൾ
മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രിയുടെ പാർട്ടിക്കാരനായ നാട്ടിക MLA പ്രതികരിക്കുന്നില്ലെന്നും മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AM സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, മധു അന്തിക്കാട്ട്, PC ജയപാലൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക സെന്ററിൽ നിന്നും തുടങ്ങിയ മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം 3 AXമാർ, അതുപോലെ തന്നെ 7-ലധികം 10ഓളം വരുന്ന AEമാർ ഉൾപ്പെടെ 30 ജീവനക്കാർ ഈ പ്രൊജക്ട് ഡിവിഷൻ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്നു. ഇത് ഒറ്റയടിക്ക് നാട്ടികയിൽ നിന്നും ഒല്ലൂരിലേക്ക് മാറ്റുകയാണ്. ഈ സബ് ഡിവിഷൻ ഓഫീസ് ആയിരക്കണക്കിന് ആളുകൾ ഈ ഓഫീസിനെ ആശ്രയിക്കുന്നതാണ്. പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സബ് ഡിവിഷൻ ഓഫീസ്. ഒരു പുതിയ കണക്ഷന് അപേക്ഷ കൊടുക്കണമെങ്കിൽ നമ്മൾ വരേണ്ട സ്ഥലം നാട്ടികക്കാർ മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നതാണ് ഈ വാട്ടർ അതോറിറ്റി ഓഫീസിലെ സബ് ഡിവിഷൻ ഓഫീസ്. ഭാര്യ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യ മാതാവിനെ ആക്രമിക്കുകയും കാർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ യുവാവ് പിടിയിൽ. അന്തിക്കാട് പുത്തൻപീടികയിലുള്ള ഭാര്യയുടെ ബന്ധുവീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന് ഇടിവള കൊണ്ട് ഭാര്യയുടെ മാതാവിനെയും പിതാവിനെയും ആക്രമിക്കുകയും വീട്ടിലുണ്ടായിരുന്ന കാർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവത്തിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി കുന്നത്തുപറമ്പിൽ വീട്ടിൽ 32 വയസ്സുള്ള ഷക്കീറിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ഷൈലജ രവീന്ദ്ര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, VV വിജയൻ, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, മെമ്പർ സെക്രട്ടറി TS ടെസി, CDS അംഗങ്ങളായ നീതു, അംബിക തുടങ്ങിയവർ സംബന്ധിച്ചു. 79 ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് നൽകിയത്. അവർക്ക് ഭക്ഷണത്തിന് പ്രയാസം നേരിടരുത് എന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായിക്കൊണ്ട് 6,20,000 രൂപ അതിലേക്ക് വേണ്ടി പണം നീക്കി വെച്ചുകൊണ്ടുള്ള നടപ്പാക്കുന്ന പദ്ധതിയാണ്. എല്ലാ മാസവും ഭക്ഷ്യക്കിറ്റ് നൽകുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് റേഷൻ കട വഴി അവർക്ക് ആവശ്യമായ BPL അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളുള്ളവരാണ് അവർക്ക് അരി സമൃദ്ധിയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അവർക്ക് അത് ആ ഭക്ഷണം ആയത് സമൃദ്ധിയായിട്ടുള്ളത് രുചികരമായിട്ട് കഴിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപ്പ് ഉൾപ്പെടെ പഞ്ചസാര, വെളിച്ചെണ്ണ അങ്ങനെ നിരവധിയായിട്ടുള്ള ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കിറ്റാണ് നമ്മൾ കണ്ടത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ അനശ്വര അംഗനവാടിയിലേക്ക് ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുട്ടികളുടെ വിനോദത്തിനായി TV സമ്മാനമായി നൽകി. അനശ്വര അംഗനവാടിയിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ ആൻഡ്രോ തൊറൈൻ അധ്യക്ഷത വഹിച്ചു. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ TV സമ്മാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അംഗനവാടികൾക്കും ആവശ്യമാണെന്നും അതിന്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം പ്രവർത്തികൾ സമൂഹം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അംഗനവാടി വർക്കർമാരായ അഷ്ടമി, സതിരംഗൻ, അഞ്ജു KB, ഹെൽപ്പർ നിമ്മി പ്രേംലാൽ, CDS മെമ്പർ സുഭദ്ര രവി, ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ALMC അംഗം ബൈജു ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ഷൈനി, ഷാജി, ഷീജ നന്ദൻ, ലിമ, രേണുക റിജു, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ഫാനുകൾ ഉപയോഗിച്ചിരുന്നത് ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ആഡംബരത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡംബര വസ്തുവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫാനില്ലാത്ത കസേരകളില്ല. അതുപോലെ കാലങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് എല്ലാം മാറി മാറി വരും. അതുതന്നെയാണ് ഇപ്പോൾ ആൻഡ്രോ തൊറൈൻ ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഡിജിറ്റൽ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ കൂടി ചേർന്ന് പോകാനുള്ളൊരു
സൗകര്യം നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു. ചില എല്ലാത്തിനും സമയമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇന്നൊരു സമയം ആയി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹൃദയപൂർവ്വം എത്തിയിരിക്കുകയാണ്. അപ്പോൾ TV ചേട്ടനാണ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനത്തെ ഒരു അംഗനവാടി പണിയാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താനൊക്കെ ഒരു അവസരം കിട്ടിയിരുന്നു. അപ്പോൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനാചരണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താനും മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ പിതാവുമായ രാജീവ് ഗാന്ധിയുടെ ജന്മദിനാചരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ജന്മദിനാചരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VK സുശീലൻ, ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, പ്രവാസി കോൺഗ്രസ് ഭാരവാഹികളായ EM ബഷീർ, ലൂയിസ് താണിക്കൽ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഗോപാലകൃഷ്ണൻ, വിൻസെന്റ് കുണ്ടുകുളുങ്ങര, ഷൗക്കത്ത് അലി, രാജൻ എന്നിവർ പ്രസംഗിച്ചു. നമുക്കറിയാം, രാജ്യത്തെ നേരത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി പദം ഏൽച്ച ശ്രീ രാജീവ് ഗാന്ധി. താന്യം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സായാഹ്ന ധർണയും നടത്തി. ശിവജി നഗർ ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചെമ്മാപ്പള്ളി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സായാഹ്ന ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, MV സജീവ്, ആൻഡോ തൊറയൻ, രാമൻ നമ്പൂതിരി, പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ലൂയിസ് താണിക്കൽ എന്നിവർ പ്രസംഗിച്ചു. തൃശൂർ നാട്ടികയിൽ കൗതുകവും വേദനയും നിറച്ച് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക SN കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിൽ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ച് കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ച ഗണേശൻ പുറത്തു പോരുന്ന ഭാര്യ ഉഷയെ വിളിച്ചറിയിക്കുകയായിരുന്നു. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. 2 തലയുള്ള മൂരിക്കുട്ടിയാണ്. 2 വായ, 2 ചെവി, 4 കണ്ണ് എന്നിവയുണ്ട്. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ ചെഞ്ചു സ്ഥലത്തെത്തി പശുക്കുട്ടിയെ പരിശോധിക്കുകയും പശുക്കുട്ടിക്ക് നിലവിൽ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നാണ് അറിയിച്ചത്. പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഗണേശൻ ഭാര്യയും. ഇതെന്റെ ചേട്ടന്റെ വീടാണ്. ചേട്ടൻ ഒരു ഹോസ്പിറ്റൽ കേസായി പോയിരിക്കുന്നു. ഇത് തിങ്കളാഴ്ച 4 മണിക്കിന് ഈ പശുവിന് ഇങ്ങനെ പ്രസവിക്കേണ്ട വേനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ തന്നെ ചേട്ടൻ ഡോക്ടറെ വിളിച്ച് ഡോക്ടർ വന്നിട്ടാണ് പ്രസവം എടുത്തത്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡോക്ടർമാരും ബാക്കിയുള്ളവരൊക്കെ ഇത് കാണുന്നത്, 2 തലയുള്ള പശുക്കുട്ടീനെ. അപ്പൊ അതിന് 2 ചെവിയും 2 കണ്ണും 2 വായിനും. ഇപ്പൊ അതിന് പാല് കറന്നിട്ട് ചേട്ടനും ചേട്ടത്തിയും പാല് കറന്നിട്ടാണ് അതിന്റെ തൊള്ളയിൽ ഒഴിച്ചു കൊടുക്കുന്നത്, ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ അത് കിടക്കുന്നത്. ഇനി അത് ഡോക്ടർമാരെല്ലാ ദിവസവും വന്ന് പരിശോധന നടക്കുന്നുണ്ട്. വേണ്ടത്ര ആഹാരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗണേശനും ഉഷയും 30 വർഷമായി പശു വളർത്തലുണ്ട്. നിരവധി ആളുകൾ പശുക്കുട്ടിയെ കാണാൻ എത്തുന്നുണ്ട്. തൃശൂർ വടക്കാഞ്ചേരിയിൽ മാല പൊട്ടിക്കാൻ ശ്രമം, യുവതി പിടിയിൽ. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ വെച്ച് വയോധികയുടെ മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി പിടിയിൽ. ദിണ്ടിക്കൽ സ്വദേശിനി മുരുകേശിയെയാണ് യാത്രക്കാരും ബസ് ജീവനക്കാരും പിടികൂടി വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിച്ചത്. വടക്കാഞ്ചേരിയിൽ മുക്കുപണ്ടം തട്ടിപ്പ്, യുവതി പിടിയിൽ. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 12 ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിൽ യുവതി പിടിയിൽ. പീച്ചി സ്വദേശിനി ശിവപ്രിയയാണ് അറസ്റ്റിലായത്. പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലത്തിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത്. കണ്ണാറ്റുപാടത്തെയും വേലുപാടത്തെയും സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടത്. 2 സംഘമായാണ് ആനക്കൂട്ടം റോഡ് മുറിച്ചു കടന്നത്. 15ഓളം ആനകളാണ് റോഡ് മുറിച്ചു കടന്നത്. ഏറെ നേരം വാഹനങ്ങളും യാത്രക്കാരും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിൽ ഉണ്ട്. തിങ്കളാഴ്ച മുതൽ പുതിയൊരു ആനക്കൂട്ടം പ്രദേശത്തെത്തി. കാട്ടാനകൾ നിരന്തരം റോഡിലിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. പുഴ കടന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തുന്നത്.
പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരിച്ചു പോകാനാകാതെ ഏറെ നാളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എടക്കഴിയൂരിൽ സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേന കടയിലെത്തി 33,000 രൂപ കവർന്നു. പോത്തഴത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ബൈക്കിലെത്തിയ യുവാവ് ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുവാൻ വെച്ചിരുന്ന പണം കവരുകയുമായിരുന്നു. ഈ സമയം കടയിലെ ജീവനക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സമീപത്തെ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടത്തിയ ആളുടെ ദൃശ്യം ലഭിച്ചത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവിട്ടത്തൂർ സ്വദേശി തച്ചുപറമ്പിൽ 54 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. പുഴയിലൂടെ മൃതദേഹം ഒഴുകിപ്പോകുന്ന വിവരം അറിഞ്ഞ് ചാലക്കുടി അഗ്നിശമന സേന വിഭാഗം എത്തി കരയ്ക്ക് കയറ്റുകയായിരുന്നു. ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കേരളത്തിലെ ആദ്യത്തെ ലൈസൻസ്ഡ് എക്സ്ട്രാനെറ്റ് IPTV സർവീസിന്റെയും പുതിയ എക്സ്ട്രാ ഡിജിറ്റൽ എക്സ്ട്രാനെറ്റ് ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. എറണാകുളം കളമശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച 3 നില കെട്ടിടത്തിന്റെയും കേരളത്തിലെ ആദ്യത്തെ ലൈസൻസ്ഡ് IPTV സർവീസിന്റെയും ഉദ്ഘാടനം വാർത്താ അവതാരികയും റിപ്പോർട്ടർ ചാനൽ ജേർണലിസ്റ്റുമായ സുജയ പാർവതി നിർവഹിച്ചു. MO രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച പരിപാടി എക്സ്ട്രാനെറ്റ് ഡയറക്ടർമാരായ പ്രദീപ് കൊടുങ്ങല്ലൂർ, മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ സർവീസ് പ്രൊവൈഡർമാരായ നെറ്റ്വെൽ കമ്മ്യൂണിക്കേഷൻസ് പ്രതിനിധികളായ സജീഷ്, ഷമീർ തുടങ്ങിയവർ വേദിയിലെ വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചു. ജനറൽ മാനേജർ ബിജുമൻ BT സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എക്സ്ട്രാനെറ്റ് ടെക്നിക്കൽ ഹെഡ് ഹരികൃഷ്ണൻ നന്ദി പറഞ്ഞു. അതേസമയം തന്നെ കൂടുതൽ ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് ആവശ്യമുള്ള ആളുകൾക്ക് കൺസ്യൂം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അഡീഷണൽ ആയി അതോടൊപ്പം വരുന്നു എന്നതാണ് IPTVയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എക്സ്ട്രാനെറ്റ് ഈ ഒരു സംരംഭത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പുതിയ സാധ്യതകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതുവഴി നമുക്ക് എന്താണ് മെച്ചം എന്ന് സർ ഇപ്പോൾ HD ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, 4K റെസൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഇല്ലാത്തത് മൂലം നമ്മൾ കിട്ടുന്നത് എന്താണോ അത് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യരാണ് മലയാളികൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് അതിന്റെ ചെലവ് എത്രയാണ് എന്ന് സർ എത്രയ്ക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. മേ ബി 699 ആയിരിക്കാം. എയർടെലിന്റെ ഒക്കെ അതേ പാതയിൽ സാർ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. 35 വർഷമായി ഈ ബിസിനസ്സിൽ നിൽക്കുന്ന ആളോട് ആ ബിസിനസ് 18 വർഷം മാത്രം മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണെങ്കിൽ മലയാളി അത് കൺസ്യൂം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ സംരംഭത്തിന് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പാലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ ബൈക്ക് യാത്രികനായുള്ള തിരച്ചിൽ തുടരുന്നു. എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി തരത്തിൽ. കയ്പമംഗലം കൂരുക്കുഴിയിലാണ് വിരണ്ടോടിയ എരുമ നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയത്. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.